ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പാർക്കിൽ പോകാൻ ഇറങ്ങുന്നതാണ്. ചേട്ടൻ വരുന്നില്ല. നമ്മളും അപ്പുറത്തുള്ള ദീദിയും അവരുടെ കുട്ടികളും കൂടിയാണ് പോകുന്നത്. അങ്ങനെ അവരുടെ സൈക്കിളിലാണ് വരുന്നത്. അവന് കാലിന് വയ്യാത്തത് കൊണ്ട് ഞാനൊന്ന് എടുത്തിട്ടാണ് പോകുന്നത്. ശിവ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ അവൻ്റെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് അപ്പുറത്തെ കുട്ടികൾ പറയുക, അവർ പറയുക ആൺകുട്ടികൾ മെഹന്തി ഇടാറില്ല, പെൺകുട്ടികളാണ് മെഹന്തി ഇടുന്നതെന്ന്. അപ്പോൾ ദീദി ചോദിച്ചു, ശിവ ഇനി എവിടെ ഇരുത്തുമെന്ന്. ശിവയുടെ തലയിൽ ഇരുത്താമെന്ന് പറഞ്ഞിട്ടാണ് ആ ചിരിച്ചത്. ഈ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും കാട് കണക്കാണ് കേട്ടോ. ആ കാട്ടിൻ്റെ കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് ഇങ്ങനെ കുറേ കടലാസ് പൂ പൂത്ത് കിടക്കുന്നത് കണ്ടത്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കളറുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. അങ്ങനെ അവിടെ നിന്ന് കുറേ പൂവൊക്കെ പറിച്ച് അത് കണ്ടപ്പോൾ ശിവയ്ക്ക് പൂ വേണം. അങ്ങനെ കുറച്ച് പൂവൊക്കെ പറിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്നു വരുന്ന വഴിക്ക് വീണ്ടും ഒരു മയിലിനെ കണ്ടു. നമ്മുടെ ദേശീയ പക്ഷി പീക്കോക്കിന്. ഇവിടെ ഒത്തിരി പീക്കോക്കുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഒത്തിരി എണ്ണത്തിനെ കാണാം. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ എടുക്ക്. പക്ഷേ എനിക്കത് കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ എടുത്തു. അറിയാൻ പറ്റുമോ എന്തോ അറിയില്ല. എന്നിട്ട് പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പം അവൾ ശിവയെ കൂടി സൈക്കിളിൽ കയറ്റി. ഇളയ കുട്ടി ഞാൻ ദീദി എടുത്തു. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദീദി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. വീണ്ടും നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തിയപ്പോൾ വീണ്ടും അടുത്തൊരു പീക്കോക്കിനെ കണ്ടു. എന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി ഞാൻ പോയപ്പോൾ അത് എന്നെ കണ്ടുകൊണ്ട് ഓടുക. അത് ഓടി അപ്പുറത്ത്. പിന്നെ എനിക്ക് മനസ്സിലായി അത് നിൽക്കത്തില്ല, ഞാൻ വെറുതെയായി അതിൻ്റെ പിറകെ ഓടുന്നതെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടെ പോകണം കേട്ടോ. പോകുന്ന വഴിക്ക് വീണ്ടും പീക്കോക്കുകളുണ്ടായിരുന്നു. ഇത് ഇപ്പം കണ്ട 2 പീക്കോക്കും ആണാണ് കേട്ടോ. പിന്നെ നമ്മൾ വേറെയും കണ്ടു, അത് പെണ്ണാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ശിവ പാട്ട് പാടുക. പക്ഷെ മലയാളം മറ്റേ കുട്ടിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവൻ പാടുന്ന കണ്ട് അവളിങ്ങനെ ഓരോന്ന് ചോദിക്കുക എന്തുവാ. അങ്ങനെ പാർക്കിൻ്റെ അവിടെ എത്തിയപ്പം രണ്ടുപേരും സൈക്കിൾ ഉപേക്ഷിച്ച് ഓടാൻ തുടങ്ങി. സൈക്കിൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാം. പിന്നെ ഞാൻ ആ സൈക്കിളിനെ ഉരുട്ടി പാർക്കിൻ്റെ അവിടെ എത്തി. ഈ കാണുന്നതാണ് കേട്ടോ പാർക്ക്. ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഒത്തിരി ആളുകൾ വരും കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഓടിപ്പോയി സ്ലൈഡിലും ഊഞ്ഞാലിലും ഒക്കെ കയറി. ശിവ സ്ലൈഡിൽ കയറുവാണ്. സ്ലൈഡിൽ കയറിയിട്ട് പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പേടിയാവുന്നേ എന്ന് വിളിക്കുവാണ് കേട്ടോ. ഞാൻ ഉണ്ട്, ബാ പിടിക്കും ബാ, നേരെ വാ, സ്ട്രൈറ്റ് വാ. ഊഞ്ഞാലി കയറണോ? കയറിക്കോ. സ്പീഡിനായിട്ട് ഞാൻ മോൻ വീഴത്തില്ലേ? അമ്മ ഇത്രയും ദൂരം നടന്നു വന്നതുകൊണ്ട് തളർന്നവിടെ ഇരിക്കും. മോനിരുന്ന് പാട്ട് പാടുക. ആര് പറഞ്ഞു? ആരൂടാ? 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങുമോ? അപ്പോൾ വാങ്ങുമ്പോൾ അപ്പോൾ വാങ്ങിച്ചില്ലെങ്കിലോ നടന്നു വരുമോ? അപ്പോൾ പിന്നെ നമുക്ക് നടന്നു വന്നാൽ പോരെ? ഭയങ്കര അത് കൊള്ളത്തില്ല മക്കളെ, കൊള്ളത്തില്ലടാ. അവന് സൈക്കിളില്ലാത്തതിൻ്റെ പരിഭവമാണ് ഈ പറയുന്നത്. അവനൊരു സൈക്കിളുണ്ട്, പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ചെറുത്. അപ്പോഴേക്കും അപ്പുറത്തെ കുട്ടിയും കൂടി അപ്പുറത്ത് ഊഞ്ഞാലിൽ വന്നിരുന്നു. പിന്നെ അവളെ മാറി ആട്ടാൻ തുടങ്ങി. അവർക്ക് 2 പേർക്ക് സ്പീഡിനാടണം. അങ്ങനെ അവർ കുറേ നേരം 2 പേര് ഊഞ്ഞാലിൽ ഇരുന്ന് ആടി. ശിവ ഫുൾ ടൈം ഊഞ്ഞാലിൽ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങി അടുത്ത സ്ലൈഡിൽ കയറി. ശിവയ്ക്ക് സ്ലൈഡിൻ്റെ മുകളിലോട്ട് കയറാൻ പേടിയില്ല, പക്ഷെ തിരിച്ചിറങ്ങാൻ എന്തോ നല്ല പേടിയാണ്. എന്നാലും അവൻ കയറും.
അതിൻ്റെ ഇടയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ അവൻ്റെ കൂട്ടുകാർ കയറിയെന്നും പറഞ്ഞ് ഇങ്ങനെ പരാതി പറയുക. അമ്മ ഒരു പൂവായിട്ട് കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് പറിച്ച പൂവാണേ. ആ പൂവായിട്ട് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ 3 കുട്ടികളെയും വെച്ച് അമ്മയ്ക്കൊരു ഫോട്ടോ എടുക്കാനാണ്. പക്ഷെ അവരാരും വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അവർ 3 പേരും കളിയുടെ ഇതിലായിപ്പോയി. അങ്ങനെ അവൻ ഇറങ്ങിയില്ല. അവൻ അപ്പോഴും അവിടെ തന്നെ പേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ചെറിയ കുട്ടി മുകളിലെത്തി. അവൾ മുകളിലെത്തി കുറേ നേരം പറഞ്ഞപ്പോൾ അവളിങ്ങനെ ഇറങ്ങി. ഈ സമയമൊക്കെ ആകുമ്പോൾ പാർക്കിൽ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. ഒരുപാട് കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്ലൈഡിൽ നിന്ന് ഇറങ്ങി അച്ചാമ്മയും അവനും കൂടി പൂവും വെച്ചൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് അവൻ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ എനിക്ക് പൂവൊക്കെ തന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ കൂട്ടുകാരിക്ക് ഒരാഗ്രഹം, എനിക്ക് പൂവ് തരണമെന്ന്. പക്ഷെ അതിന് അവൻ അനുവദിച്ചില്ല. അവൻ്റെ അസൂയയാണെന്ന് തോന്നുന്നു. അവൻ ആ പൂവ് വാങ്ങിയിട്ടങ്ങ് പോയി. അങ്ങനെ ആ കുട്ടി പിണങ്ങിപ്പോയി. ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല കൊടുക്കാൻ. അപ്പോഴേക്കും നേരം ഇരുട്ടി. അങ്ങനെ വീണ്ടും അവനൊന്നും കൂടി ആടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഊഞ്ഞാലിലാടി. അപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.